ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെഡിമെയ്ഡ് ബ്ലൗസ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ തവണത്തെ റെഡിമെയ്ഡ് ബ്ലൗസ് പ്രിൻസസ് ടക്കിൻ്റെയാണ്. സ്ലീവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇത് ഒരു മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വന്നിരിക്കുന്നത്. നമ്മളിത് എത്രമാത്രം ഇത് വലിച്ചിടുന്നോ അത്രയും നമുക്കിത് വലിഞ്ഞ് കിട്ടുന്ന ഒരു മോഡലിൽ. അപ്പോൾ ഞാൻ ഈ ബ്ലൗസിനെ കുറിച്ച് 2 വാക്ക് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ പറയും റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ബ്ലൗസ് XXL അളവാണ്. എനിക്ക് XXL മതി, പക്ഷെ മറ്റുള്ളവർക്ക് അതാവണമെന്നില്ല. അപ്പോൾ പലരും എൻ്റെ അളവിൽ മതി എന്ന് പറയുമ്പോഴും ഓരോരുത്തരുടെ ഞാൻ എപ്പോഴും പറയും അവനവൻ്റെ ശരീരപ്രകൃതി, അത് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് XXL എടുക്കേണ്ടത് 40 സൈസ് ഉള്ളവർക്ക് XXL തന്നെ വേണം. 40 താഴെയുള്ളവർക്ക് XXL എടുത്താൽ മതി. പക്ഷേ ഒരേ ശരീരപ്രകൃതിക്കാണ് അത് കയറുന്നത്. പിന്നെ ബ്ലൗസിൻ്റെ വീഡിയോ ഇടുന്ന ദിവസം നമ്മൾ കോളുകൾ ഒഴിവാക്കുക, മെസ്സേജ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ കോള് വിളിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് മെസ്സേജ് കാണുമ്പോഴാണ് ഏതാ ആവശ്യം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇട്ട് തന്നാൽ മതി, അളവ് ഏതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾക്കതറിയാം, റിപ്ലൈ തരാം. ഈ കോള് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാന്ന് വെച്ചാൽ നമുക്കത് വീണ്ടും പെൻഡിങ് വരുവാണ്. പിന്നെ ഈ ബ്ലൗസുകൾ എടുത്തു, പേയ്മെൻറ്റ് പറഞ്ഞു. എപ്പോഴെങ്കിലും പേയ്മെൻറ്റ് ഇടല്ലേ. കാരണം നമ്മൾ എടുക്കാവുന്നിടത്തോളം മാക്സിമം നമ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ബ്ലൗസിൻ്റെ ഇടുന്ന ദിവസം ചിലപ്പോൾ ചില കളേഴ്സൊക്കെ നേരത്തെ തീർന്നു പോകും. അപ്പോൾ ചോദിക്കും, പലരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതൽ ഇത്രയേ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ ഇട്ടെ, ഇങ്ങനെയുള്ള കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ആ കളറുകൾ ഇഷ്ടമാകുമ്പോൾ അവരത് മൊത്തം എടുക്കും, ചിലപ്പോൾ അവർ യൂണിഫോമിനായിട്ട് എടുക്കും. അപ്പോൾ നമുക്കത് തീർന്നു പോകും. പിന്നെ ഈ പേയ്മെൻറ്റ് ഇടാൻ ഇപ്പോൾ പേയ്മെൻറ്റ് പറഞ്ഞു, അപ്പോൾ തന്നെ ആ പേയ്മെൻറ്റ് ഇട്ട് ആ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സാധനം അപ്പോൾ തന്നെ എടുത്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തയാളുടെ മെസ്സേജുകൾക്ക് പോയി കഴിയുമ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴങ്ങനെയും കൂടെ ഇതിനൊരു പെൻഡിങ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്കത് കഴിയുന്നതും കോളുകൾ ഒഴിവാക്കുക, അത്യാവശ്യത്തിന് മാത്രം വിളിക്കുക, മെസ്സേജുകൾ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ആ ഒരു കോള് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 3-4 മെസ്സേജ് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാട്ടോ പറഞ്ഞത്. പിന്നെ നമുക്കിനി ബ്ലൗസിലേക്ക് കടക്കാം. ഇത് XXL സൈസിലുള്ള സ്ട്രെച്ചബിൾ ബ്ലൗസാണ്. റേറ്റ് വരുന്നത് 225 ആണ്. എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പ് തിരിച്ച് തന്നെയാണ് റേറ്റുകൾ പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കൊറിയർ ചാർജ് വരുന്നുണ്ട്, 50 രൂപ കൊറിയർ ചാർജും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. സ്ലീവ് ഇങ്ങനെ തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്ലീവും വരുന്നത്. റേറ്റ് 225 ഈ ബ്ലൗസ് വരുന്നത്. ഫ്രണ്ട് ബാക്ക്, ഇത് ബാക്കാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ബാക്ക് വരുന്നത്. ഇതതിൻ്റെ ഫ്രണ്ടിൽ പ്രിൻസസ് ടക്കാണ് വരുന്നത്. ചെറിയ ചെറിയ ബുട്ടാസായിട്ട് ഈ ബ്ലൗസിൻ്റെ ഓൾ ഓവർ വരുന്നുണ്ട്. നല്ലൊരു മെറൂൺ ഷെയ്ഡ്. സ്ലീവെല്ലാം ഇങ്ങനെ തന്നെ. ഇതിപ്പോൾ ഏതാ വേണ്ട, ഇപ്പോൾ മെറൂണാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് എടുക്കാനും പറയാനും എല്ലാം എളുപ്പമാണ്. 225 ഇത് വന്നിരിക്കുന്നത്. ഗ്രീൻ എല്ലാം നല്ല കളേഴ്സാണ്. സ്ട്രെച്ചബിളാണ് ബ്ലൗസും. സഫയർ ഗ്രീൻ, റെഡ്, പിങ്ക്. പിന്നെ ഒരു കാര്യവിടെ കളറിൽ, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന കളറ് ചിലരുടെ ഫോണിൽ കാണുമ്പോൾ കളറിന് മാറ്റം വരും. അപ്പോൾ ഇത് ഞാൻ പിങ്ക് എന്ന് തന്നെ പറയുന്നുണ്ട്. ആ പിങ്ക് തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നതും. പക്ഷേ ഈ കളറല്ലായിരുന്നു, ആ കളറായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ കാരണം ഒരു സാരിയുടെയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് കളറിലാണെങ്കിൽ അതൊന്നോടെ ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. ചിലപ്പോൾ ഈ നേവി ബ്ലൂ നമ്മൾ കാണിക്കുമ്പോഴും ചിലപ്പോൾ ഇതിനോടൊരു സാമ്യമായിട്ട് ബ്ലൂ ഒക്കെ അങ്ങനെ വരാറുണ്ട്. മിക്കപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഒന്നോടെ പറയുന്നത് കേട്ടോ. ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഡൗട്ടുണ്ടെങ്കിൽ, ഡൗട്ടുള്ളവർ എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുണ്ടോ, ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്, ബ്ലാക്ക്. ഇതിൻ്റെ എല്ലാം സ്ലീവാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്.
ബാക്ക് നെക്ക്, എല്ലാവരും ചോദിക്കും ബാക്ക് നെക്ക് എന്തുമാത്രമുണ്ട്, ലെങ്ത് എന്തുമാത്രമുണ്ട്. നമ്മളിത് ഇട്ട് വരുമ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലെങ്ത്തും ഉണ്ട്, അതുമല്ല ബാക്കും ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. വൈറ്റ്, കോഫി ബ്രൗൺ, XXL സൈസിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതൊരു വീനക്ക്, അതുപോലെ കട്ടോരി കട്ട് പാറ്റേണിലാണ് ഈ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരിക. സ്ലീവ് എല്ലാം ഇങ്ങനെ തന്നെ നല്ല സ്ട്രെച്ചബിളാണ്. ഇത് മറ്റൊരു ഡിസൈൻ കണ്ടോ, ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കണ്ടോ. ഇതെല്ലാം സ്ലീവിൽ ഇങ്ങനെ ഫുള്ളായിട്ടും ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട്. ബാക്ക് ഫ്രണ്ട് ആണ് മറ്റൊരു ഡിസൈൻ. ഇതിൻ്റെ സ്ലീവിൻ്റെ ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ സെറ്റ് സാരികൾക്ക്, അതുപോലെ സിൽക്ക് സാരികൾക്ക് എല്ലാം. XXL ആണ് സൈസ്. കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് മറ്റൊരു ഷെയ്ഡ്. ഫുള്ളായിട്ടും പ്രിൻ്റുകളാണ് വരിക. സ്ലീവിലും അതുപോലെ ഈ പ്രിൻ്റ് വരുന്നുണ്ട്. കഴുത്തുകൾ എല്ലാം നമ്മളിടുന്നതനുസരിച്ച് നമുക്കിത് വലിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ XLകാർക്ക് ഇടുമ്പോഴും ഇതുണ്ടോ, XL ഇടുമ്പോഴും ഇത് കറക്റ്റായിരിക്കും. XXLകാർക്ക് ഇങ്ങനെ വലിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു മാറ്റം. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരളവ് കൂടുതൽ എടുത്തോളാൻ. എന്നാന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ ഇതിപ്പോൾ ഒരു 32 സൈസുകാർക്കായാലും ഈ ബ്ലൗസ് നമുക്ക് ഇടാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് അഴവാണെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് മറ്റൊരു ഡിസൈൻ. ഫുള്ളായിട്ടും ചെറിയ ഗ്ലിറ്ററിങ് ആണ് വരിക. സ്ലീവിലും അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ ഇങ്ങനെയാണ് സ്ലീവ് വരിക. പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിസ്ത എന്ന് പറയാൻ പറ്റില്ല, ഒലിവ് ഗ്രീൻ്റെ ഒരു ലൈറ്റ്. സ്ലീവ് ഇങ്ങനെ വരുന്നു. ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇത് നിറയെ സീക്വൻസ് വർക്ക്, മൾട്ടി ഷെയ്ഡ്സിലാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടി കളറായിട്ടുള്ള ഇപ്പോൾ പ്ലെയിൻ സാരികൾക്കൊക്കെ ഇതിൽ പല കളേഴ്സ് വരുന്നുണ്ട്. സ്ലീവ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 300. 3XL ആണ് കേട്ടോ. ഒരു 40 സൈസ് ചെസ്റ്റ് സൈസ്. ഇതുണ്ടോ, ഇത് നന്നായിട്ട് വലിയും. ഇത് സ്ട്രെച്ചബിളാണ് ബ്ലൗസ്. പ്രിൻസസ് ടക്കാണ്. മെറൂണിൽ ഗോൾഡൻ ചെറിയ പ്രിൻ്റ്, ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. 280ലാണ് ഈ ബ്ലൗസുകൾ വരുന്നത്. 3XL ആണ് സൈസ്. ബ്ലാക്ക്. സ്ലീവെല്ലാം നല്ല ലെങ്ത് ഉണ്ട്, കാരണം ഒരു ഡൗട്ടും വരണ്ട. ഇത് ബാക്ക് ഇത്രയും വരുന്നു. ഫ്രണ്ട് നല്ലൊരു മജന്ത ഷെയ്ഡ്. ഇതാണ് കേട്ടോ ബാക്ക് നെക്ക്. എല്ലാവരും ചോദിക്കും ബാക്ക് നെക്ക് എന്തുമാത്രം ഉണ്ടെന്ന്. ഇങ്ങനെയാണ് വരിക. ബോട്ടിൽ ഗ്രീൻ, ടീൽ ബ്ലൂ. ബ്ലൂവിനൊക്കെ ചിലപ്പോൾ കളറിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ, പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കിത് വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാൻ പറ്റത്തില്ല. മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കളറിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കുക ഇത് ഏതാണെന്ന്. ടീൽ ബ്ലൂവിലാണ് ഈ ബ്ലൗസ് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഓരോ കളറുകളും ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നുമുണ്ട് കേട്ടോ. കോഫി ബ്രൗൺ ആൻഡ് ഗോൾഡൻ പ്രിൻറ്റ് അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നതാണ്. നേവി ബ്ലൂ, പർപ്പിൾ. എല്ലാം ബ്ലൗസുകളും സ്ട്രെച്ചബിളാണ്. പ്രിൻസസ് ടക്കാണ്. ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വരുന്നു, ബാക്ക് നെക്ക് ഇങ്ങനെയും വരുന്നു. ഒരു ചിക്കു എന്നും പറയാറുണ്ട്, അതുപോലെ ഒരു യെല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു കളറിലാണ് വരുന്നത്. മറൂൺ. നല്ലൊരു റെഡ് ഷെയ്ഡിലാട്ടോ വരുന്നത്. ഗോൾഡൻ പ്രിൻറ്റുകളാണ് ഇതിൽ വരുന്നത്.
നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈന് തന്നെയാണ് വരുന്നത്. സ്ലീവ് 3XL ആണ് സൈസ്. ഇനി മറ്റൊരു പ്രിൻ്റാട്ടോ, ഡോട്ട്സ് ആയിട്ടാണ് തന്നെ. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്. പ്രിൻസസ് ടക്ക് ചെറിയ ഗോൾഡൻ ഡോട്ട്സ് ആണ് വരിക. ബോട്ടിൽ ഗ്രീനിൽ ഗോൾഡൻ ഡോട്ട്സ്. റെഡ് ഗോൾഡൻ ഡോട്ട്സ് ആണ് ഇതിലും വരുന്നത്. ഒരു 40 ചെസ്റ്റ് സൈസ് വരുന്നവർക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. 40 കഴിഞ്ഞുള്ളവർക്ക് XXL സൈസാണ് യൂസ് ചെയ്യേണ്ടത്. ബ്ലാക്ക് എല്ലാം നല്ല കളറാണ്, എല്ലാം ഡാർക്ക് കളറിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. റോയൽ ബ്ലൂ, ബാക്ക് ഫ്രണ്ട് നെക്ക് പ്രിൻസസ് ടക്കാണ് ഇതിലൊക്കെ വരുന്നത്. മറൂൺ. ഇനി XXL കട്ടോരി കട്ടിലാണ് വരിക. ബാക്ക് ഫ്രണ്ട്. ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, ടക്ക് വരുന്നുണ്ട്. കട്ടോരി കട്ടാണ് ഇതിൽ വരുന്നത്. XXL ആണ് സൈസ്. ഇങ്ങനെ ഒരു ടക്കും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ വൈറ്റ് എല്ലാം XXL ആണ് കേട്ടോ. ഒരു വി പോലെ ഒരു നെക്ക് വരുന്നു, ഇവിടെ ഒരു കട്ടിങ് വരുന്നു, ടക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എല്ലാം കട്ടോരി കട്ടിൻ്റെ XXL ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കട്ടോരി കട്ട് കാണിച്ചായിരുന്നു. ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു. എനിക്ക് മുഴുവൻ പേർക്കും കൊടുക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അടുത്ത ദിവസം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പ്ലെയിൻ ആയിരുന്നു. ഇത് പക്ഷേ ഡിസൈനുള്ള കട്ടോരി കട്ടാണ് വന്നിരിക്കുന്നത്. ഇതും കട്ടോരി കട്ടാണ്. XXL ആണ് സൈസ്. 300 ആണ് റേറ്റ് വരിക. ഇങ്ങനെയാണ് ഒരു കട്ടിങ് വരുന്നു, ടക്ക് വരുന്നു. ഇത് പ്രിൻസസ് ടക്കാണ് കേട്ടോ. സെൽഫ് ഡിസൈനിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ്. ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, എന്നാൽ കറക്റ്റ് ഒരു ഇച്ചിരി റോയൽ ബ്ലൂവും കൂടെ കുറച്ച്, പക്ഷെ നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ശരിക്കും വരുന്നത്. ഇതൊരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ സെൽഫ് ആയിട്ടുള്ള ഷെയ്ഡിൽ തന്നെ വരുന്നു. റേറ്റ് 200. ഇതൊരു പർപ്പിൾ ഷെയ്ഡിലാണ്, വൈൻ ഷെയ്ഡാട്ടോ. റേറ്റ് വരുന്നത് 200. XXL ആണ് സൈസ്. പ്യുവർ വൈറ്റ് പ്രിൻസസ് ടക്കാണ്. 3XL സൈസിൽ വരുന്നു. 200 ആണ് റേറ്റ് വരിക. അപ്പോൾ ഞാൻ ബ്ലൗസുകളുടെ ഇത്രയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ നമ്പറിലേക്ക് അയയ്ക്കുക. അപ്പോൾ സൈസ് ഏതാണെന്നും പറയുക. ബ്ലൗസുകൾക്ക് കോള് വേണ്ട. ബ്ലൗസ് പിന്നെ നമ്മളൊരു 7 മണിക്ക് ശേഷം ബ്ലൗസുകളുടെ എൻക്വയറി എടുക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഷോപ്പിൽ വന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം. ഞാനത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതുപോലെ രാവിലെ 9 മണിക്ക് ശേഷവും ഒരു മാക്സിമം ഒരു 9:30 വരെയാണ് നമ്മൾ ഇത് എൻക്വയറീസ് നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഉള്ളത് നമുക്ക് നേരം വെളുത്ത് അതുപോലെ ഒരു 9 മണിക്ക് ശേഷം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞങ്ങൾ മെസ്സേജിന് റിപ്ലൈ തന്നോളാം. ഈ തവണ കുറച്ച് താമസങ്ങൾ വന്നുപോയി. നമ്മളതനുസരിച്ച് ഇവിടെ സ്റ്റാഫിനെയും ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് താമസം വന്നു ഈ തവണ. എല്ലാം ഒന്ന് അയക്കാനും അതുപോലെ ഇതിൻ്റെ റിപ്ലൈ കൊടുക്കാനും ഒക്കെ താമസങ്ങൾ വന്നു. കമൻസിലും അത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് പറ്റിയില്ല, കാരണം മാക്സിമം ശ്രമിച്ചു, എത്തിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ ആഴ്ച മുതൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്കിത് അയക്കാനും ഇതെല്ലാം താമസങ്ങൾ നേരിട്ടു. അപ്പോൾ അതിനൊരു ക്ഷമയോടെ പറയുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി.